കേരളം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൃത്യം 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും അവസാനത്തെ പോളിംഗ് പെർസെന്റേജ് അത് 58.52%. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് പുതിയൊരു വാർത്ത വരുന്നുണ്ട്. ഇടുക്കി കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നു. 63, 66 നമ്പർ ബൂത്തുകളിലാണ് കള്ളവോട്ട് നടന്നത്. എന്നാൽ UDF നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് നമുക്കൊന്ന് പോകണം. വയനാട്ടിൽ പോളിംഗ് 60 കഴിഞ്ഞു. കമലുണ്ട്. കമൽ, കഴിഞ്ഞ തവണത്തേതുപോലെ 80% മുകളിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണോ വയനാട് പോകുന്നത്? കഴിഞ്ഞ തവണത്തെ അതേ ഒരു ആവേശവും അതേ ഒരു വീറുമൊക്കെ ഇത്തവണ വോട്ടർമാർക്കുണ്ടോ? അഭിലാഷ്, കഴിഞ്ഞ തവണത്തെ ആവേശം അതേപോലെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഈ ഘട്ടത്തിൽ രാവിലെ വലിയ രീതിയിൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. 7 മണിക്കൊക്കെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടെ അത് മന്ദഗതിയിലായി. ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ വീണ്ടും വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൽപ്പറ്റ നഗരത്തിലെ ബൂത്തിലൊന്നും ക്യൂവേ ഇല്ല. ഓരോരുത്തർ വന്ന് വോട്ട് ചെയ്തു പോകുന്ന സ്ഥിതിയാണുള്ളത്. സമീപത്തെ മിക്ക ബൂത്തുകളിലും അതാണ് അവസ്ഥ. എവിടെയും തിരക്കുകളില്ല. LDF പറയുന്നത് അല്പം മുമ്പ് ആനിരാജയോടൊപ്പം ജില്ലയിലെ LDF നേതാക്കളൊക്കെ ഈ ബൂത്തിൽ വന്നിരുന്നു. അവർ പറയുന്നത് ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുന്നു, അവിടെ തീരെ വോട്ടിംഗ് ശതമാനം ഉയരുന്നില്ല എന്നൊക്കെയാണ്. എന്തായാലും നമുക്ക് അന്തിമ കണക്കുകൾ വരുമ്പോഴാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും 80% എത്താനുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അഭിലാഷ്, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് കൗതുകകരമാണ്. ദേശീയ തലത്തിൽ ഒരു യൂഫോറിയയുടെ അഭാവം ദേശീയ തലത്തിലുള്ള നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ എന്തുണ്ടായി? രാഹുൽ ഗാന്ധി അല്ലേ അവിടെ മത്സരിക്കുന്നത്? അതെ, അത് ഇപ്പം കമൽ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം സമുദായങ്ങളുടെ അങ്ങനെ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നേരത്തെ അഭിലാഷി ബെറ്റ് വെച്ചിരിക്കുന്ന പൊന്നാനി അടക്കം ഉള്ള കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു, ഷൊർണൂർ എന്തുകൊണ്ട് വോട്ട് കുറയുന്നു, പട്ടാമ്പിയിൽ എന്തുകൊണ്ട് പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു, മണ്ണാർക്കാട് എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ടാകും. അതിൽ തന്നെ ഈ സമസ്തയുടെ നിലപാടിൽ ഒരു വിഭാഗം പക്ഷേ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളാവട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാവട്ടെ, എല്ലാവരും ആഹ്വാനം ചെയ്തത് ഇത് നമസ്കാരം പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വോട്ടെടുപ്പും, അതുകൊണ്ട് ആരും ഒരു കാരണവശാലും വോട്ടെടുപ്പ് പങ്കെടുക്കാതിരിക്കരുത് എന്നൊക്കെയുള്ള തരത്തിലാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കണക്കുകളുടെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവാനുണ്ടല്ലോ. കണക്കുകൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ 8-9 മണി ആയാലേ ഫൈനൽ പെർസെന്റേജിലേക്ക് എത്തൂ. ഇപ്പൊ എന്തായാലും നമ്മുടെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുകൾ വടകരയിലുണ്ട്. അതെ, ഇല്ല, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുകൾ വഴി വരുന്ന കണക്കാണ്. ആ കണക്കനുസരിച്ച് ഇപ്പോഴുള്ള ട്രെൻഡ് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു 5% വരെയും മൊത്തത്തിൽ പോളിംഗ് പെർസെന്റേജ് കുറയാനുള്ള സാധ്യതയാണ്. എന്തായാലും 77ലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 72% വരെയൊക്കെ ആവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.